എന്നിട്ട് വീണ്ടും കക്കൂസിലേക്ക് ഓടാനാ? ഇന്നത്തെ കോട്ട തീർന്നു. ഇപ്പൊ തന്നെ 6 പ്രാവശ്യം പോയി. ഇതിനും കോട്ടയൊക്കെ ഉണ്ടോ? നീ ഇരിക്കണ്ടാടാ. ദൈവങ്ങളുടെ മൂത്തവൾക്ക് ചൊവ്വാദോഷം കൊടുത്തു. അതുപോലെ എനിക്കൊരു അസുഖം തന്നു. ഇതിന്റെ പകുതി ഭാഗം കക്കൂസി കഴിയാനാണ് എന്റെ ജാതകം. ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ IBS എന്ന് പറയുന്ന നമ്മുടെ വൻകുടലിനെ ബാധിക്കുന്ന, വൻകുടലിന്റെ മൂവ്മെന്റിനെയൊക്കെ ബാധിക്കുന്ന, അതായത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതായിട്ടുള്ള, ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥ, അല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ബാത്റൂം പോകേണ്ട ഒരു അർജ് വരിക, അല്ലെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ലേ എന്നൊരു ഫീലിംഗ് ഒക്കെ വരുന്ന കണ്ടീഷനാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് 4 ടൈപ്പാണ് നമ്മൾ IBS കണ്ടുവരുന്നത്. IBS വിത്ത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാറുണ്ട്, IBS വിത്ത് ഡയറിയ ഉണ്ടാവാറുണ്ട്, മിക്സഡ് ടൈപ്പ് ഉണ്ടാവാറുണ്ട്, അതുപോലെ തന്നെ അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള IBSും കണ്ടുവരാറുണ്ട്. ഇതിൽ ഓരോരോ IBSും വ്യത്യസ്ത തരങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യസ്ത സിംറ്റങ്ങൾക്കനുസരിച്ച്, ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ IBS ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. IBSന് ചില ഭക്ഷണങ്ങൾ, ചില ഡയറ്റുകളൊക്കെ അതിന് കാരണമാവാറുണ്ട്. അതുപോലെ തന്നെ ഹോർമോണൽ ലെവൽസ് ഇതിനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് ലെവൽ, ഓരോരോ മനുഷ്യർക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രെസ് ലെവലുകൾ ഉണ്ടാവും. അതൊക്കെ ഈ IBSനെ ബാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ട്രിഗർ ചെയ്യുന്ന ഭക്ഷണങ്ങളുണ്ട്. ചില ടൈപ്പ് ഓഫ് ഫുഡുകൾ, ചില പ്രോട്ടീന്, ചില അമിതമായിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഈ IBSനെ ട്രിഗർ ചെയ്യാൻ സഹായിക്കാറുണ്ട്.